ക്രെയ്ഗ് ഗില്ലസ്പി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സൂപ്പർ ഗേൾ DC കോമിക്സ് DCയുടെ എൻ്റെ അഭിപ്രായത്തിൽ ജെയിംസ് ഗൺ ഉണ്ടല്ലോ DCന്ന് റിസൈൻ ചെയ്ത് വേറെ ഒരിടത്തേക്കും പോകണേക്കും നല്ലതെന്നാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ വേസ്റ്റ് സൂപ്പർ ഹീറോ മൂവീസിൽ ഒന്നായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത്. കാരണം ഇത്രയും ഒരു കിടിലൻ ക്യാരക്ടർ കിട്ടിയിട്ട് പോലും ഒരൊറ്റ ഹൈ മൊമെൻറ്റ് ഈ ഒരു സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. സൂപ്പർ ഗേൾ ഒട്ടും സൂപ്പർ അല്ലാത്ത ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഈ നടിയുടെ പ്രശ്നം കൊണ്ടല്ല, ഡയറക്ഷൻ അത്ര ഹൊറിബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ടോണിയ ക്രൂവലിലേക്ക് എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. എന്നിട്ട് എന്ത് തേങ്ങയാണ്, എന്ത് അപരാധമാണ് ഈ മനുഷ്യൻ എടുത്തു വെച്ചതെന്നായി പോയി എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. ഞാൻ സൂപ്പർമാൻ എന്നുള്ള ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്ത പടം എത്ര തവണ ഞാൻ പല ഇന്ത്യയിലുള്ള PLFൽ പോയി കണ്ട ആളാണ്. ആ സിനിമക്ക് കിട്ടിയ ഹേറ്റ്രഡ് നിങ്ങളുണ്ടല്ലോ, ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇതൊന്ന് കണ്ടു നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ആ സിനിമക്ക് കിട്ടിയ ഹേറ്റ്രഡ് ഈ പടത്തിനാണ് കിട്ടേണ്ടതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഇവിടെ സൂപ്പർമാൻ ഡിസേർവ്ഡ് ബെറ്റർ. അതിനെ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഇതൊന്ന് കാണണോട്ടാ. എൻ്റെ പൊന്നു, ഈ സിനിമയിലുണ്ടല്ലോ ലോബുവിനെയൊക്കെ കൊണ്ടുവന്ന് ജേസൺ മോമോനെയൊക്കെ കോമഡി പീസാക്കി കളഞ്ഞു. ആ ഒരു ക്യാരക്ടർ നശിപ്പിച്ച് കളഞ്ഞായിട്ടൊക്കെ തോന്നണം. പിന്നെ ക്രെമ്മ് ഇത്രേ ഒരു മണോണാഞ്ചനായിട്ടുള്ള ഒരു ഊച്ചാളി കഞ്ഞിക്കുറ വില്ലനെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും പരക്കുറ വില്ലനായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമ എനിക്ക് കണ്ടിട്ട് വെറുത്തുപോയി. ഫസ്റ്റ് ഷോ രാവിലെ ഈ സിനിമ പോയി കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നെ എനിക്ക് അസഹനീയമായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. അസഹനീയം. അത്രയും ബോറടിച്ച്, ഒരു സൂപ്പർ ഹീറോ പടം കണ്ടിട്ട് ബോറടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അയച്ചു നോക്കി എൻ്റെ അവസ്ഥ. പിന്നെ ഇത് ഫിലിംഡ് ഫോർ IMAX മൂവിയാണ് വിത്ത് 70 minutes ഓഫ് എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ ഫുട്ടേജ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തൽക്കാലം IMAXന് എന്തോ പൈസ കുറവാണ്. ഈ സിനിമ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് ആരെയും കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു തവണ കാണുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് റീവാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. എനിക്ക് എന്തായാലും റീവാച്ച് ചെയ്യാൻ തോന്നണേ ഇല്ല. ഇനിയിപ്പോൾ വല്ല ഓഫർ എന്തെങ്കിലും കിട്ടിയാലോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മൈൻഡ് മാറിയാലേ ഉള്ളൂ. എന്തായാലും ഈ അടുത്തൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അതുപോലെ എനിക്ക് ഈ സിനിമ വെറുത്തു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ പോയി IMAXലായ 70 minute കണ്ടോ. കാരണം പിന്നീട് ഈ രണ്ടാമത് ഈ സിനിമ കാണാൻ നിങ്ങൾ പോകുന്ന എനിക്ക് ഒരു തോന്നലും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾ പോയി IMAXൽ പോയി കണ്ടോ. 70 minute ഓഫ് എക്സ്പാൻഡഡ് ഫുട്ടേജ് അതെങ്കിലും കണ്ടിരിക്കുക. നല്ല സൗണ്ടും പരിപാടികളൊക്കെ ഉണ്ട് പടത്തിൽ. പക്ഷെ ഞാൻ പറയാം, മ്യൂസിക് ഡിഫറൻറ്റ്, സൗണ്ട് ഡിഫറൻറ്റ്. സംഭവം ചെയ്ത് വെച്ചിരിക്കുന്ന അറ്റ്മോസ് എഫക്റ്റ് മറ്റേ മറിച്ച് ടെക്നിക്കലിയൊക്കെ സൗണ്ട് വൈസൊക്കെ അടിപൊളിയാണ്. പക്ഷെ വിഷ്വലി ആണെങ്കിലും ബ്രേക്കിംഗ് ബാഡ് ലെവൽ ഒരു മഞ്ഞ ഒരു ടോൺ പിടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് യെല്ലോ സൺ കാണിക്കാൻ പറഞ്ഞാൽ യെല്ലോ സൺ, റെഡ്, ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഫിൽട്ടർ കുത്തിക്കയറ്റി വെച്ചിട്ട് മനുഷ്യനെ അരോചകമായ രീതിയിൽ വെറുപ്പിച്ചെന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നിയായിരുന്നു ഇത് കണ്ടപ്പോഴേക്കും. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ, ടീസർ കണ്ടപ്പോൾ എനിക്ക് അത്ര അരോചകമായിട്ട് തോന്നിയില്ല. പക്ഷേ ഞാൻ ഇന്ന് PVR സ്ക്രീൻ 6 4K ബാർക്കോ ലേസർ പ്രൊവിഷനും അറ്റ്മോസും ഉള്ള തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇത് ഒരുമാതിരി മാരക ലെവൽ ബ്രേക്കിംഗ് ബാഡ്. ആ ബ്രേക്കിംഗ് ബാഡിന് യെല്ലോ ഫിൽറ്റർ ഇല്ല, അത് എടുത്ത് അങ്ങോട്ട് റൈറ്റ് ക്ലിക്ക് കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞ് ഇട്ടേക്കണ പോലെയൊക്കെയാണ്. പിന്നെ ഒരു പച്ചപ്പ് സാധനമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ സിനിമയെ വെറുത്തു പോയി. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ തൊലിഞ്ഞ ഫിൽറ്റേഴ്സും പരിപാടികളൊക്കെ. മൊത്തത്തിൽ എനിക്കൊരു തരി പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത്, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ്. ഫ്ലാഷ് എന്നുള്ള സിനിമയെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ CGI പ്രോബ്ലം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒന്ന് കണ്ടു നോക്കട്ടാ. ആ ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പോഴും വേറെ ലെവൽ ക്യാരക്ടറായിട്ടാണ് എനിക്ക് സൂപ്പർ ഗേളിനെ അനുഭവപ്പെട്ടത്. ആ സാഷ കുഹൽ എന്ന എനിക്ക് നടിയുടെ പേര് പറഞ്ഞു. ആ നടിയെ കൊണ്ട് സൂപ്പർ ഗേള് നമ്മുടെ സാക്ക് സ്നൈഡർ വെച്ച് ഡയറക്റ്റ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ കാണാമായിരുന്നു വേറെ ലെവലൊരു സാധനം. വണ്ടർ വുമണൊക്കെ എങ്ങനെ എടുത്തു വെച്ചതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല സാക്ക് സ്നൈഡർ. അതുപോലെ തന്നെ വണ്ടർ വുമൺ ഫസ്റ്റ് പടം എടുത്തു വെച്ചതെന്ന് എങ്ങനെയാണെന്നുള്ള ആ ഡയറക്ടറിനെയൊക്കെ വെച്ചിട്ട് ഈ ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആ പുള്ളിക്കാരിയെ കൊണ്ട് സൂപ്പർ ഗേൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരുന്നു. ഈവൻ ഞാൻ കാര്യമായിട്ട് പറയാനുണ്ട്, ഇത് സൂപ്പർ ഗേൾ എന്ന് പറഞ്ഞ് CW ഒരു സീരീസ് ഉണ്ടായിരുന്നു. ആ സീരീസിൽ അഭിനയിച്ച മെലീസ ബെനോയിറ്റ് അങ്ങനെ എന്താണ് ആ നടിയുടെ പേര്, ആ നടി എന്ത് രസമായിട്ട് അഭിനയിച്ചു. ഇത് എന്ത് ശോകമെന്നറിയാമോ, ശോകം. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് ഓപ്പൺഹൈമർ അവാർഡ് കൊടുക്കേണ്ട അവസ്ഥ. അത്രയും ഒരു ദുരന്തമായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാനൊരു കട്ട സൂപ്പർ ഹീറോ ഫാനാണ്. ബാറ്റ്മാൻ്റെ ടാറ്റൂ അടിച്ചിട്ട് ഇവിടെ ഇറങ്ങുന്ന ഓരോ സൂപ്പർ ഹീറോ പടങ്ങളും ഫസ്റ്റ് ഷോ പോയി കാണുന്ന ആളാണ്, ഫാൻ ഷോ നടത്തിയിട്ടുള്ള ആളാണ്. എനിക്കുണ്ടല്ലോ വെറുത്തുപോയി ഈ സിനിമ കണ്ടിട്ട്. അത്രയും അസഹനീയമായ ഒരു സിനിമ അനുഭവം. ഒരൊറ്റ ഹൈ മൊമെൻ്റ് ഇല്ല. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പട്ടികളാണ്. ക്രിപ്റ്റോൺ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ സൂപ്പർ ഗേള് മറ്റേ സൂപ്പർമാൻ എന്നുള്ള സിനിമയിൽ വന്നപ്പോഴേക്കും ഞാൻ മറ്റേ സീൻ പറഞ്ഞ ആളാണ്. ക്രിപ്റ്റോനെ അത്ര ഇഷ്ടമുള്ള ആളാണ്. ഈ ക്രിപ്റ്റോനെ പോലും ഇതിനകത്ത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരൊറ്റ ഒരു ഹൈ മൊമെൻറ്റ് പടത്തിലുണ്ടാവും. ഒരെണ്ണം പോലും
എനിക്ക് ഒരെണ്ണം പോലും തോന്നിയില്ല എന്നുള്ളതാണ്. ഒക്കെ പോട്ടെ, സൂപ്പർമാൻ പറക്കണത് കംപ്ലൈന്റ് പറഞ്ഞിരുന്ന ആൾക്കാർ ഏത് ജെയിംസ് ഗണ്ണ് എടുത്ത് വെച്ചാൽ ഇതിനകത്ത് സൂപ്പർ ഗേളുടെ ഫ്ലൈറ്റ് സീക്വൻസ് ഒരെണ്ണമെങ്കിലും നല്ല കണ്ട, ഒരെണ്ണമെങ്കിലും. എനിക്ക് ഇവിടെ CGI പോരാണ്ട് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് എന്ത് അപരാധമാണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്നുള്ള ഒരു ഫീൽ എനിക്ക് തോന്നിയത്. ഡെസ്പാക്കി കളഞ്ഞെന്ന, എൻ്റെ ദിവസം നശിപ്പിച്ച് കളഞ്ഞെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നണത്. എനിക്ക് അത്രയും ഈ സിനിമ വെറുത്തുപോയി. ഒരു നല്ല മ്യൂസിക് ഉണ്ട് ഈ സിനിമയിൽ. ആ സൂപ്പർമാൻ എന്നുള്ള സിനിമയിൽ ഇതിന് മുന്നേ ഇറങ്ങിയ പടം, കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ പടത്തിലുള്ള മ്യൂസിക് എടുത്ത് നോക്കണേ, എന്ത് രസമായിരുന്നു അതിനകത്ത് നമ്മുടെ ഡേവിഡ് കോറൻസെറ്റിന് മറ്റേ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇനി ആരെയും കുറ്റം പറഞ്ഞാൽ സത്യം പറഞ്ഞ ചെരിപ്പൊരി അടിക്കും. കാരണം ഈ പടം ഒന്ന് കണ്ടു നോക്ക്, ഇത് കണ്ടു നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തോന്നാ ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. സൂപ്പർമാൻ 100 മടങ്ങ് വേറെ ലെവല് പടമായിരുന്നു ഞാൻ പറയാം. അത് എന്ത് റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണെന്ന് അറിയാമോ? ഈ സാക് സ്നൈഡറിന്റെ ഫാൻസ്, ഞാനും സാക് സ്നൈഡറിന്റെ ഫാൻ എന്നും പറഞ്ഞിട്ട് സാക് സ്നൈഡറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സിനിമ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട്, സാക് സ്നൈഡറിന്റെ സൂപ്പർമാൻ്റെ നിങ്ങൾ എന്തിനാ കമ്പയർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് ഞാൻ പറയും. എന്നാലും പോട്ടെ, ഓരോരുത്തരുടെ ഇഷ്ടം കമ്പയർ ചെയ്യും, എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ. എന്നാലും ഞാൻ പറയാണ്, നമുക്ക് ലാലേട്ടർ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മമ്മൂക്കേനെ ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മമ്മൂക്ക നന്നായിട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ലതാണെന്നുള്ളത് ഞാൻ ഉൾപ്പെടെ പറയാറുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ് ആ ഒരു നടനെ പോലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലതെന്ന് പറയാം. അതിപ്പോൾ ലാലേട്ടൻ മോശമായിട്ട് പെർഫോം ചെയ്ത ടൈമിലോ ലാലേട്ടൻ്റെ പടം മോശമായ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഫാനായി ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ന പടങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ആവണം ഒരു നല്ല ഫാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്തോന്ന് പടം എടുത്തു വെച്ചിരിക്കുന്നത്, നല്ല അസൽ അമിട്ട് ഗുണ്ട് സൂപ്പർ ഗേൾ എന്നും പറഞ്ഞിട്ട് ഒരു തൊലിഞ്ഞ ഒരു സൂപ്പർ ഹീറോ പടം എടുത്തു വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. തൊലിഞ്ഞ പടം എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. ഒരു കച്ചറ കൂതറ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു തരി പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബോറടിച്ച് പണ്ടാരടങ്ങി. ഞാൻ ഈ അടുത്തൊന്നും ഒരു സൂപ്പർ ഹീറോ പടം കണ്ടിട്ട് ഇതുപോലെ ബോറടിച്ചിട്ടുണ്ടാവില്ല. ക്ലേ ഫേസ് എന്നുള്ള പടം ഇനി വരുമ്പോഴേക്കും അതുപോലെ അവാർഡ് പടം പോലെ എടുത്തു നോക്കും. എനിക്കിപ്പോൾ അങ്ങനെയാണ്. എനിക്കിപ്പോൾ പേടി തുടങ്ങിയത് DC എന്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. DCയുടെ ഒരു പ്രശ്നം തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയേക്കണത്, എന്ത് ലെവലിൽ പടം എടുത്ത് വെച്ചാലും മാൻ ഓഫ് സ്റ്റീലൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. അവന്മാരൊക്കെ ഞാനുണ്ടല്ലോ, അവന്മാർക്കുള്ള എൻ്റെ വകയുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? കെട്ടിയിട്ടിട്ട് ഈ പടമൊക്കെ ഒരു 10 തവണയിട്ട് ഞാൻ കാണിപ്പിക്കും അവനെയൊക്കെ. ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനെ കുറ്റം പറഞ്ഞവൻ, മാൻ ഓഫ് സ്റ്റീലിനെയൊക്കെ കുറ്റം പറഞ്ഞവനെയൊക്കെ കെട്ടിയിട്ടിട്ട് ഇതൊരു 10-20 തവണ കാണിച്ചാൽ അതിനും വലിയ ടോർച്ചർ വേറെ ഒന്നും അവനൊന്നും കൊടുക്കാനില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു കച്ചറ അവിഞ്ഞ കൂറ ഈ അടുത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ഓഫ് ദി വേസ്റ്റ് സൂപ്പർ ഹീറോ സിനിമ അതാണ് സൂപ്പർ ഗേൾ ഫോർ മീ. ഈ സിനിമയ്ക്ക് അവിഞ്ഞ ഗേൾ എന്നിടാം, അല്ലാണ്ട് സൂപ്പർ ഗേൾ എന്നിടാൻ പറ്റില്ല. അത് ഈ നടിയുടെ കുഴപ്പമില്ല കേട്ടോ. നടി കിഡിലായിട്ട് അഭിനയിക്കുന്ന ആളാണ്, നല്ല പണി അറിയാവുന്ന ആളാണ്. ഹൗസ് ഓഫ് ദ ഡ്രാഗണിൽ കിഡിലായിട്ട് അഭിനയിച്ച ഒരു നടിയാണ് മില്ലി ആൽക്കോക്ക്. ഇതിനകത്ത് വേറൊരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടണം, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു വല്ലാത്ത പേരായിരുന്നു അതിൻ്റെ. ആ കൊച്ചിനെ കൊണ്ടായിരുന്നു ഏറ്റവും വലിയ ശല്യം. ആ കൊച്ചിൻ്റെ റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കങ്കുവൊക്കെ ശേഷം ഏറ്റവും വെറുത്ത ഒരു റോൾ ഉണ്ടെങ്കിൽ അത് ഈ കൊച്ചിൻ്റെ ആയിരിക്കും. കാരണം എനിക്ക് വെറുത്തു പോയി. ഒരു മെനകെട്ട പേരാണ് കൊച്ചിന്. ഞാൻ പറഞ്ഞു തരാം. ക്യാരക്ടറിൻ്റെ പേര് റുത്തിയെ. എനിക്ക് ഹിന്ദി വാക്ക് വെച്ചിട്ട് തുടങ്ങുന്ന വാക്ക് പറയാൻ എനിക്ക് തോന്നണത്. അത്ര എനിക്ക് വെറുത്തു പോയി ആ പെങ്കൊച്ചിനെ. കാരണം ഈ പെങ്കൊച്ചിൻ്റെ ആക്ടിങ്ങും വളരെ ഓവറായിട്ടാണ് തോന്നി. അതുകൂടാതെ ഈ പെങ്കൊച്ചിൻ്റെ റീസൺസ്, അതിൻ്റെ അച്ഛനമ്മയും ചത്തപ്പോൾ ഇതും കൂടി ചത്തുപോയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു പോയി. അങ്ങനത്തെ ഒരു വെറുപ്പിക്കൽ ക്യാരക്ടർ, വേറെ ലെവൽ വെറുപ്പിക്കൽ ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ആയത്. പിന്നെ ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞൊരു മൊണ്ണേഷായിട്ടുള്ള ഒരു കോണേഷ് വില്ലൻ എനിക്ക് തീരെ പിടിച്ചില്ല. എൻ്റെ ദിവസം നശിപ്പിച്ച് കളഞ്ഞു ഈ സിനിമ. ഞാൻ പറഞ്ഞ കൂടിപ്പോയി. ഇത് ഐമാക്സിലൊക്കെ പോയി കണ്ടിരുന്നെങ്കിൽ ഞാൻ ജീവിതം വെറുത്ത് പണ്ടാൻ തുടങ്ങി. ഞാൻ 300 രൂപ ഐമാക്സിൽ 2D. കാരണം ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കൊണയൻ ഇന്ത്യയിലേക്ക് ഡോൾബി സിനിമയ്ക്കും ഐമാക്സിന് 3D പ്രിൻ്റ് അയച്ചില്ല. ഇതിൻ്റെ 3D ആക്ച്വലി നല്ലതായിരുന്നു, അത്യാവശ്യം ഡെപ്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കൊണയൻ ഇങ്ങോട്ടേക്ക് 3D പ്രിൻ്റ് അയച്ചില്ല. 4K 2D അയച്ചു, പക്ഷേ 4K 3D പ്രിൻ്റ് അവൻ ഐമാക്സിലേക്കും ഡോൾബി വിഷനിലേക്കും അയച്ചില്ല. ചിലപ്പോൾ അവൻ സിനിമ കണ്ടിട്ടുണ്ടാവും കേട്ടോ, അതുകൊണ്ടൊക്കെ അവൻ അയക്കാൻ തോന്നണം. എനിക്ക് അങ്ങനെ തോന്നണം. എന്തായാലും മതിയായിടെ, തൃപ്തിയായി, മനസ്സും വയറൊക്കെ നിറയും. നല്ല ദിവസം ഊമ്പിപ്പോയി എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നണം. ഇത്ര എനിക്ക് പറയാനുള്ളത്. നല്ല അസൽ കാട്ടവരാത പടം എന്നെ സംബന്ധിച്ചിട്ട്. നിങ്ങൾ പോയി തിയേറ്ററിൽ പൈസ എടുത്ത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അനുഭവിച്ച് അറിഞ്ഞോ, അത്ര എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ പടം ഒരു തരി പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വെറുപ്പിക്കൽ പടമായിട്ട് തോന്നിയത് DCയുടെ തന്നെ ഏറ്റവും മോശം പടങ്ങളൊന്നായിട്ടൊക്കെ എനിക്ക് ഫീൽ ആയിരുന്നു. മതിയായിപ്പോയി, വെറുത്ത് പണ്ടാരടങ്ങി. എൻ്റെ ദിവസം നശിപ്പിച്ച് ഈ പടം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ശരി, ബൈ.